ആദ്യ അവസാനം സസ്പെൻസും ട്വിസ്റ്റും നിറഞ്ഞ മത്സരത്തിൽ SRHന് വിജയം. വിജയത്തിലേക്ക് അനായാസം നീങ്ങും എന്ന് തോന്നിച്ച ശേഷമായിരുന്നു രാജസ്ഥാൻ്റെ പരാജയം. വിജയസാധ്യതകൾ ഇരുഭാഗത്തേക്കും മാറിമറിഞ്ഞ മത്സരം. എന്നാൽ SRH ബോളേഴ്സ് അവസാന 3 ഓവർ കൃത്യതയോടെ എറിഞ്ഞതോടെ റൺ നേടാനാകാതെ രാജസ്ഥാൻ ബാറ്റേഴ്സ് കുഴഞ്ഞു. ആദ്യം ബാറ്റ് ചെയ്ത SRH ട്രാവിസ് ഹെഡിൻ്റെയും നിതീഷ് കുമാർ റെഡ്ഡിയുടെയും തകർപ്പൻ അർദ്ധ സെഞ്ചുറികളുടെ ബലത്തിലും അവസാന നിമിഷം വെടിക്കെട്ട് നടത്തിയ ക്ലാസൻ്റെ ഇന്നിംഗ്സിൻ്റെ ബലത്തിലും 201 എന്ന കൂറ്റൻ സ്കോർ നേടി. ഇന്ത്യൻ ലോകകപ്പ് ടീമിൽ ആദ്യമായി ഇടം നേടിയ ചഹൽ 60ലേറെ റൺസ് വഴങ്ങിയത് രാജസ്ഥാന് തിരിച്ചടിയായി. ഒരുപക്ഷെ ഈ പ്രകടനം ടീം പ്രഖ്യാപനത്തിന് മുൻപായിരുന്നെങ്കിൽ താരം ടീമിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പായിരുന്നു. സന്ദീപ് ശർമ്മയുടെ ബോളിംഗ് ആണ് ഒരു പരിധിവരെ സ്കോർ 200-ൽ ഒതുക്കിയത്. മറുപടി ബാറ്റിംഗിൽ ബട്ട്ലറും സഞ്ജുവും അടുത്തടുത്ത പന്തുകളിൽ പുറത്തായതോടെ രാജസ്ഥാൻ അപകടം മണത്തു. എന്നാൽ 3-ാം വിക്കറ്റിൽ പരാഗും ജയ്സ്വാളും തകർത്തടിച്ചതോടെ രാജസ്ഥാൻ മത്സരത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ നടരാജനും ജയ്സ്വാളിനെ പുറത്താക്കി ഇതോടെ ആ കൂട്ടുകെട്ട് അവസാനിച്ചു. പിന്നാലെ പരാഗിനെ കമ്മിൻസും ഹിറ്റ്മെയറെ നടരാജനും പുറത്താക്കിയതോടെ SRH മത്സരത്തിലേക്ക് തിരിച്ചു വന്നു. നടരാജൻ്റെ 18-ാം ഓവർ മത്സരത്തിൽ നിർണായകമായി. 7 റൺസ് മാത്രമാണ് താരം വഴങ്ങിയത്. 19-ാം ഓവറിലും കമ്മിൻസ് വെറും 7 റൺസാണ് വഴങ്ങിയത്. അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടത് 13 റൺസ്. ബോളർ ഭുവനേശ്വർ കുമാർ ആദ്യ ബോളിൽ സിംഗിൾ, 2-ാം പന്തിൽ ഡബിൾ, 3-ാം ബോളിൽ 4, 4-ാം പന്തിലും 5-ാം പന്തിലും ഡബിൾ. അവസാന പന്തിൽ ജയിക്കാൻ 2 റൺസ്. സ്ട്രൈക്കിൽ റോമാൻ പവൽ. എന്നാൽ അതിവിദഗ്ധമായി പവലിനെ വിക്കറ്റിന് മുന്നിൽ കുടുക്കി ഭുവനേശ്വർ കുമാർ SRHന് 1 റണ്ണിൻ്റെ ആവേശ വിജയം നേടിക്കൊടുത്തു.